കാലിക്കറ്റ് സർവകലാശാല പാഠ്യപദ്ധതിയിൽ നിന്നും റാപ്പർ വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ട് ഒഴിവാക്കാൻ വൈസ് ചാൻസലർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇതുമായി ബന്ധപ്പെട്ട് സമിതി അധ്യക്ഷൻ ഡോക്ടർ എം ബഷീറിന്റെ പ്രതികരണത്തിലേക്ക്. പോപ്പ് മ്യൂസിക്കിന്റെ ഏറ്റവും വലിയ വക്താവാണ് മൈക്കൽ ജാക്സൺ. അതിന് സംഗീതത്തിനും സാഹിത്യത്തിനും തുല്യമായ പ്രാധാന്യമുണ്ട്. വേടന്റേത് റാപ്പ് സംഗീതത്തിൽപ്പെട്ടാണ്. റാപ്പ് സംഗീതം ഈ താളാത്മകമായ വായ്ത്താരികളോ സംഭാഷണങ്ങളോ ആണ് പ്രാധാന്യം അർഹിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും സംഗീതം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഈ സംഗീതത്തെ തമ്മിൽ താരതമ്യപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. BA വരെയോ MA വരെയോ മലയാളം പഠിക്കുന്ന കുട്ടികളൊന്നും ഒരു ക്ലാസ്സിലും സംഗീതത്തിന്റെ ABC പോലും പഠിക്കുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളോട് ഇത്തരം ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത്തരം താരതമ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, അവർക്ക് പറയാൻ സാധിക്കില്ല. ഈ മൈക്കൽ ജാക്സന്റെ സംഗീതത്തെയും വേടന്റെ സംഗീതത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ ഇവിടുത്തെ വലിയ സംഗീതജ്ഞന്മാരായ ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ട് പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു ചോദ്യം സാധാരണ നമ്മളെ BA മലയാള കുട്ടികളോട് ചോദിക്കുന്നത് കഠിനമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അതെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ, അല്ലാതെ സാഹിത്യമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൺസിഡറേഷൻ വെച്ചുകൊണ്ടോ അല്ല അത് മാറ്റണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അതുപോലെ തന്നെ കഥകളിയിലെ സംഗീതവും ശാസ്ത്രീയ സംഗീതവും തമ്മിൽ താരതമ്യപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒരേ രാഗം തന്നെയാണ്. ശ്രീരാഗത്തിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീരാഗത്തിൽ കഥകളിയിലാവുമ്പോൾ സാവകാശം വളരെ സാവകാശം നിർത്തി ആവർത്തിച്ച് ചൊല്ലും. കാരണം അത് ആ പാട്ട് കേട്ടിട്ട് വേണം മുമ്പിലുള്ള അഭിനേതാക്കൾക്ക് അഭിനയിക്കാനുള്ളത്. എന്നാൽ ശാസ്ത്രീയ സംഗീതമായി മാറുമ്പോൾ ദുർഗകാലത്തിൽ അത് പാടും. ശരി, പ്രതികരിച്ചതിന് നന്ദി.